ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ടെന്ന് പറയുന്ന നാട്ടിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഈ അമ്മ തന്റെ പെൻഷനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം 13 കഴിഞ്ഞു. ആയിരത്തി 1997 ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഓമന നഴ്സായി ജോലിയിൽ പ്രവേശിക്കുന്നത്. മാനസികാരോഗ്യം മോശമായതോടെ 2011 ഓമന മെഡിക്കൽ ലീവിന് അപേക്ഷിച്ചു. ലീവ് കിട്ടിയെങ്കിലും അന്നു മുതൽ ഓമനയ്ക്ക് ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിച്ചില്ല. 2020 ഓമന സർവീസിൽ നിന്ന് വിരമിച്ചു. 2011 മുതൽ 2020 വരെയുള്ള ഇൻവാലിഡ് പെൻഷനും അതിനുശേഷം നാളിതുവരെയുള്ള പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളുമാണ് ഓമനയ്ക്ക് ലഭിക്കേണ്ടത്. അതിനായി മകൻ സന്ദീപ് കയറിയിറങ്ങാൻ ഇനി ഓഫീസുകളില്ല. 2020 അമ്മ റിട്ടയർമെന്റ് കഴിഞ്ഞത്. അത് അവിടെയുള്ള സ്റ്റാഫുകൾ പെൻ നമ്പറും സ്പാർക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊരു കാരണമാക്കി മാറ്റി അവർ മാനുവലായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞത് 2023 സൂപ്പർ ആനിമേഷൻ ഓർഡർ വന്നപ്പോഴാണ്. ഇൻവാലിഡ് പെൻഷൻ ഓർഡർ വന്നിട്ട് അവർ ഇതുവരെ അതിനൊരു നടപടിയും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ചികിത്സയ്ക്കും ഭക്ഷണത്തിനും പണമില്ല. നിലവിൽ പാലായിലെ ഒരു അഭയകേന്ദ്രത്തിലാണ് ഓമന. കോട്ടയത്ത് കൂലിപ്പണി ചെയ്യുകയാണ് മകൻ സന്ദീപ്. ഞങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഇല്ല, അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് ആരോഗ്യ ഇൻഷുറൻസ് ഇല്ല, മെഡിസിപ്പ് ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ് എന്നെ കൊണ്ട് പറ്റാവുന്ന എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് ഒരു വീടെടുത്ത് അമ്മേനെ നോക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് പോയി ഒരാൾ നോക്കാൻ വേണം. അപ്പോൾ ഹോം നേഴ്സായിട്ട് നിർത്തണം. അപ്പോൾ അതിന് വേണ്ടി അമ്മയ്ക്ക് കിട്ടാനുള്ള ആനുകൂല്യം കിട്ടിയാലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. തൃശൂർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിലാണ് നിലവിൽ ഓമനയുടെ ഫയലുള്ളത്. പെൻഷൻ നൽകണമെന്ന് സർക്കാർ ഉത്തരവുണ്ടെങ്കിലും ഓമനയുടെ ഫയൽ 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങിയിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.